ഉദാഹരണത്തിന് വേണ്ടി ഹാമിദ് ഫലാഹി അവറുകളെ ആദരവും ക്ഷണിക്കും. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين ما بعد. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സഭയുടെ അധ്യക്ഷർ ഷൗക്കത്ത് അലി തങ്ങൾ, മറ്റു വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, സദസ്സിൽ ഉപവിഷ്ടരായ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, SYF-ൻ്റെയും സംസ്ഥാന ജമിഅത്തുൽ ഉലമയുടെയും അഭ്യുതകാംക്ഷികളെ, നമ്മുടെ ഓമശ്ശേരി മേഖല ഇങ്ങനെയൊരു സംഗമം ഇവിടെ നടത്തുമ്പോൾ നമ്മുടെ ഉപ്പയെപ്പറ്റി ഓർക്കുന്ന ഈ ഒരു സംഗമത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എല്ലാവർക്കും പറഞ്ഞു തീർക്കാൻ കഴിയില്ല. എന്തായാലും ഉപ്പ ഇവിടെ നമുക്ക് നമ്മുടെ ചെറുപ്പം മുതൽക്ക് തന്നെ നമ്മെ പഠിപ്പിച്ചിരുന്ന കാര്യം മഹാനായ കീഴണ ഓറപ്പറ്റിയും അതുപോലെ തന്നെ കേരള സംസ്ഥാന ജമിഅത്തുൽ ഉലമയുടെ നേതാക്കളെപ്പറ്റിയും അതിൻ്റെ ആശയങ്ങളും അതേപോലെ മറ്റുള്ള എല്ലാ വിഷയത്തിലും ദീനി കാര്യങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം നൽകിക്കൊണ്ട് മാത്രമേ ചെറുപ്പം മുതൽക്കേ ഉപ്പ നമ്മളെ ഉപദേശിച്ചിട്ടുള്ളൂ. വളരെ ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ അതിൻ്റെ ശരിയായ രീതിയിൽ ഓതുവാൻ വേണ്ടി അതിനുള്ള ഉപ്പ കുവൈത്തിൽ നിൽക്കുന്ന സമയത്ത് അവിടുന്ന് തന്നെ ഖുർആൻ റെക്കോർഡ് ചെയ്ത് അയച്ച് അങ്ങനെയൊക്കെ ഞങ്ങൾ കേട്ട് പഠിക്കുന്ന ഒരു രീതിയൊക്കെ ആയിരുന്നു. പക്ഷേ ചെറുപ്പത്തിൽ ഉസ്താദ് കീഴണ ഓറ് എന്ന് വളരെ ചെറുപ്പത്തിൽ 5 വയസ്സ് 6 വയസ്സായ സമയം മുതൽക്കേ ഞങ്ങളിങ്ങനെ കേൾക്കാറുണ്ട്. ചെറുപ്പം മുതൽക്ക് തന്നെ മഹാനായ കീഴണ ഓറപ്പറ്റിയിട്ട് ഉപ്പ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കും. ഓറപ്പറ്റി സംസാരിക്കും, ഓറുടെ ഇൽമിനെ പറ്റി, അവരുടെ ആശയത്തെപ്പറ്റി. അങ്ങനെ അത് സംസാരിക്കാനും പറയാനും ഉപ്പാക്ക് ഒരു പ്രത്യേക ആവേശം തന്നെയായിരുന്നു, എല്ലാവർക്കും അറിയാം. അതിലൂടെ നമ്മെ പഠിപ്പിച്ചിരുന്നത് ശരിയായ രീതിയിൽ ഒരു സുന്നി ആശയത്തിലൂടെ നാം എങ്ങനെ പോകണമെന്ന് എപ്പോഴും അതിനുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് കാണിച്ചു തന്ന വഴികൾ, അതൊക്കെ നല്ല രീതിയിൽ നമ്മെ പഠിപ്പിക്കാൻ വളരെ ചെറുപ്പം മുതൽക്ക് ഞങ്ങളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പോൾ കേരള സംസ്ഥാന ജമിഅത്തുൽ ഉലമ എന്നുള്ളത് ഉപ്പയുടെ ഏറ്റവും വലിയൊരു ആവേശമായിരുന്നു. അതുപോലെ SYF-ൻ്റെ പരിപാടികൾക്കും സംസ്ഥാനയുടെ മുഷാവറകൾക്കൊക്കെ ഏറ്റവും അവസാന സമയത്തും വളരെ പ്രയാസപ്പെട്ട് ഉപ്പ പോവാറുണ്ടായിരുന്നു. അതൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് ശരിയായ സുന്നത്ത് ജമാഅത്തിൻ്റെ ആ ഒരു കർമ്മവീതിയിൽ നാം ഏവരും ചലിക്കണം, അതിൽ നിന്നൊരിക്കലും വ്യതിചലിക്കരുത്. എന്ത് തന്നെ പ്രയാസങ്ങൾ സംഭവിച്ചാലും എന്ത് എതിർപ്പുകൾ വന്നാലും അതൊന്നും ഉപ്പാക്ക് ഒരിക്കലും പ്രശ്നമായിരുന്നില്ല. കാരണം ഉപ്പ തമാശക്ക് പോലും ഒരു കളവ് പറഞ്ഞത്, ഒരു തമാശ പോലും പറയുന്നത് നമുക്കറിയില്ല. ചെറുപ്പം മുതൽക്കേ പറയുകയാണെങ്കിൽ എന്തും ഉള്ളതുപോലെ തന്നെ തുറന്ന് ആരുടെ മുന്നിലും പറയുന്ന ഒരു രീതിയാണ് ഉപ്പാക്കുള്ളത്. പിന്നെ സംസ്ഥാന ജമിഅത്തുൽ ഉലമയെ പറ്റിയിട്ട് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. മഹാനായ കീഴനോറുടെ കൂടെ ജീവിച്ച സമയത്തൊക്കെ അവിടെ ഒരു ഖാദിമായിട്ട് തന്നെ ഉപ്പ ഒരുപാട് വർഷം ഓരുടെ കൂടെ തന്നെയാണ്. ചെറുപ്പത്തിൽ നാദാപുരത്തേക്ക് വന്ന സമയത്ത് ഉപ്പാക്ക് അവിടെ ദർസിൽ കീഴനോറുടെ അരികിൽ വന്നപ്പോൾ ഫസ്റ്റ് ഉപ്പ ഓറെടുത്ത് പോയി ഇരുന്ന് ഓരോട് പറഞ്ഞ് എനിക്ക് ഓതി തരണം. അപ്പോൾ കീഴൻ ഓറ് പറഞ്ഞ്
എനിക്ക് ചിലവുണ്ടാവില്ല. അപ്പോൾ പറഞ്ഞു ഓർ എനിക്ക് ഓതി തന്നാൽ മതി, ചിലവ് പറ്റി ഒന്നും ഉപ്പ പറഞ്ഞില്ല. അങ്ങനെ ഏകദേശം 6 മാസത്തോളം ഉപ്പക്ക് അന്ന് ചിലവില്ല, ഭക്ഷണമില്ല. സ്വന്തം തന്നെ കയ്യിലുള്ള കാശ് കൊണ്ട് അവിടെ അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് മാനാക്കിയാണ് ഓരടുത്ത് ഓതി അങ്ങനെ പഠിച്ചത്. അപ്പം അന്ന് തന്നെ ഓർക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി ഉപ്പാനെ. അപ്പോൾ പലരും പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ നാദാപുരത്തെ പള്ളിയിൽ ഒരിക്കൽ ഒരു തങ്ങള് മൈക്ക് വെച്ച സമയത്ത് അത് പിന്നെ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ഓരടുത്ത് പോയി പറഞ്ഞതും ഒക്കെ ഉപ്പ തന്നെ ആയിരുന്നു. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ അവിടെ ഉണ്ട് ഉപ്പ പറഞ്ഞതായിട്ടുള്ള. എന്തായാലും ചെറുപ്പത്തിൽ ഉപ്പ സംസ്ഥയുടെ യോഗങ്ങൾക്കും മറ്റുള്ള യോഗങ്ങൾക്കൊക്കെ ഓറ് ഉപ്പയാണ് പറഞ്ഞേക്കാറുള്ളത്. ഉപ്പ അവിടെ പോയിട്ട് അതിൽ യോഗത്തിൽ എന്തൊക്കെയാണ് സംസാരിച്ചത്, എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്, ആരൊക്കെ സംസാരിച്ചു, ആരൊക്കെ പ്രസംഗിച്ചു, എന്തൊക്കെ പറഞ്ഞു എന്ന് കൃത്യമായിട്ട് ഓറടുത്ത് പോയിട്ട് ഉപ്പയാണ് പറഞ്ഞു കൊടുക്കാറുള്ളത്. ആ ഓറുടെ ആശയത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാനോ അതിൽ നിന്ന് ഒരിക്കലും മാറി നിൽക്കാനോ ഉപ്പ ഒരിക്കലും തയ്യാറായിട്ടില്ല. പലരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, പല പണ്ഡിതന്മാരുമായിട്ട് സഹവസിച്ചിട്ടുണ്ട്. ഇപ്പോഴുള്ള പല സംഘടനയുടെ വലിയ വലിയ നേതാക്കന്മാരുമായിട്ടൊക്കെ ഉപ്പ സംഗമിച്ചിട്ടുണ്ട്, പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും അവിടെയൊന്നും ഉപ്പയുടെ ആശയം ഒരിക്കലും എവിടെയും അടിയറ വെച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ ഇനിയും ഒരുപാട് സംസാരിക്കാൻ, എന്തായാലും നമ്മുടെ സമയം വളരെ കുറച്ചാണുള്ളത്. അതുകൊണ്ട് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന വിശുദ്ധ നാമത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.